കേരളത്തിൽ അടുത്തു നടന്ന വാഹന ദുരന്തം സ്പീഡ് ലിമിറ്ററിനെക്കുറിച്ച് കേരളത്തെ ഇരുത്തി ചിന്തിപ്പിക്കുമ്പോൾ UAE-യിൽ വിജയകരമായി സ്പീഡ് ലിമിറ്റർ സംവിധാനം നടപ്പിലാക്കിയതിനു പിന്നിൽ മലയാളികളാണെന്നത് കൗതുകമാണ്. 2004-ൽ തന്നെ കേരളത്തിൽ സ്പീഡ് ലിമിറ്റർ വന്നെങ്കിലും അത് നടപ്പിലാക്കിയതിനു പിന്നിലെ അശാസ്ത്രീയത പദ്ധതിയുടെ ലക്ഷ്യം സാധൂകരിച്ചില്ല. പക്ഷേ ദുബായ് സർക്കാരിന് മുന്നിൽ പുതിയ സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുകയും ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ തന്നെ 3000-ലധികം വാഹനങ്ങളിൽ വിജയകരമായി സ്പീഡ് ലിമിറ്റർ ഫിറ്റ് ചെയ്യുകയും ചെയ്ത് വ്യത്യസ്തമാവുകയാണ് തൃശൂർ സ്വദേശി ബഷീർ മുഹീദ്ദീനും എറണാകുളം സ്വദേശി നോബിയും ചേർന്ന് തുടങ്ങിയ ഈ സംരംഭം. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ചതും അന്താരാഷ്ട്ര നിലവാരമുള്ളതുമായ സ്പീഡ് ഗവർണർ ഉൽപ്പാദിപ്പിക്കുന്നത് തങ്ങളാണെന്ന് ഇവർ അവകാശപ്പെടുന്നു. നമ്മളുടെ സ്പീഡ് ലിമിറ്റേഴ്സ് എല്ലാം ഓൺലൈൻ സെർവറായിട്ട് നമ്മളുടെ കമ്പനിയിലിരിക്കുന്ന സെർവറായിട്ട് ലിങ്ക് ചെയ്യാതെ ഒരു തരത്തിലുള്ള കോൺഫിഗറേഷനും ഒരു തരത്തിലുള്ള മാറ്റങ്ങളും വരുത്താൻ സാധിക്കില്ല. ഇവരുൽപ്പാദിപ്പിക്കുന്ന ഓരോ സ്പീഡ് ഗവർണറും ഓൺലൈൻ സെർവറുമായി ലിങ്ക് ചെയ്തതിനാൽ യാതൊരു മാറ്റവും മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ നിരവധി വ്യത്യാസങ്ങൾ ഈ ഉൽപ്പന്നത്തിന് ഇവർ അവകാശപ്പെടുന്നുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ നോബിയുടെയും ടെക്നിക്കൽ എഞ്ചിനീയറായ ബഷീർ മുഹീദ്ദീന്റെയും കൂട്ടായ ശ്രമമായ റീഫ് ഇന്റർനാഷണൽ ട്രേഡിങ്ങിന് ദുബായ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നല്ല പിന്തുണയാണ് ലഭിക്കുന്നത്. US, UK, ഓസ്ട്രേലിയ തുടങ്ങി പ്രമുഖ രാജ്യങ്ങളിൽ നേരത്തെ തന്നെ സ്പീഡ് ഗവർണർ നടപ്പിലാക്കിയിരുന്നു. ജീവനുകൾക്ക് വില കൽപ്പിക്കുന്നവർക്ക് സ്പീഡ് ഗവർണർ ഒന്നിനും ഒരു തടസ്സമാവില്ല. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്.